ഹെർമൻ മെൽവിലിന്റെ മൊബി ഡിക്ക്. സമ്മറി നോക്കാം. ഇൻട്രൊഡക്ഷൻ, ദ നറേറ്റർ ആൻഡ് ഹിസ് പർപ്പസ്. ഈ നോവൽ ഓപ്പൺ ചെയ്യുന്നത് ഒരു ഫേമസ് ലൈനിലൂടെയാണ്, കോൾ മീ ഇഷ്മയേൽ. ഇഷ്മയേൽ ഒരു ഇൻട്രോസ്പെക്റ്റീവ് ആൻഡ് സംവാട്ട് മെലാങ്കളിക് മാൻ ആണ്, ഡിസില്യൂഷൻഡ് ബൈ ലൈഫ് ഓൺ ലാൻഡ്. അപ്പം മീനിങ്ങും എസ്കേപ്പും സീക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഹി ഡിസൈഡ്സ് ടു എംബാർക്ക് ഓൺ എ whaling voyage, an occupation that becomes a metaphor for life's deeper philosophical and spiritual quest. ഇപ്പൊ ലൈഫിനെ ഈ കാണുന്ന പോലെ അല്ലാതെ ഫിലോസഫിക്കലി സ്പിരിച്വലിയും കാണുന്ന ഒരാൾക്ക് അതൊരു occupation ആണ്. അപ്പോൾ ഒരു മെറ്റഫർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. From the start, Ismail is not merely a narrator, പക്ഷെ ഒരു reflective thinker ആണ് who shapes novels moral and metaphysical tone. Ismail and Queequeg ഒരു brotherhood beyond borders. അപ്പം ന്യൂ ബെഡ്ഫോർഡില് ഇസ്മായിൽ ക്വീക്വെഗും മീറ്റ് ചെയ്യാണ്. ഒരു സൗത്ത് സീ ഐലൻഡർ ആണ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഹാർപൂണറും കൂടെയാണ് ക്വീക്വെഗ്. ഇനീഷ്യലി ഫ്രൈറ്റൻഡ് ബൈ ക്വീക്വെഗ്സ് ടാറ്റൂസ് ആൻഡ് കൾച്ചറൽ അൺഫെമിലിയാരിറ്റി, ഇസ്മായിൽ ക്വീക്വെഗുമായിട്ട് ഹി ഗ്രോസ് ക്ലോസ്, ഫോർമിംഗ് എ ഡീപ്പ് ആൻഡ് അൺയൂഷ്വൽ ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ ഈ ഒരു ബോണ്ട് സിംബലൈസ് ചെയ്യുന്നത് ട്രാൻസ് കൾച്ചറൽ യൂണിറ്റിയാണ് ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് ബ്രദർഹുഡ് ഇൻ എ ഫ്രാഗ്മെന്റഡ് വേൾഡ്. ഇപ്പൊ ഈ ഒരു ജേർണി ഷേപ്പ് ചെയ്യുന്നത് നാൻറ്റുക്കറ്റിലാണ്, ദ വാലിംഗ് ക്യാപിറ്റൽ വിച്ച് ഇസ് മാർക്ഡ് ബൈ അക്സെപ്റ്റൻസ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട്. ദ പെക്യൂർഡ് ആൻഡ് ഇറ്റ്സ് ക്രൂ, ഇസ്മയിലും ക്വിക്കങ്ങും they sign into a whaling ship called the Pequod, owned by the shadowy and prophetic captain Peleng and Bildad, who offers cryptic hints about Captain Ahab. Captain Ahab എന്ന ഒരാളുണ്ടായിരുന്നു, അത് അൺസീൻ കമാൻഡർ ആണ്. ആൻഡ് Ismail and Queequeg are offered an insight into Captain Ahab. ഈ ഷിപ്പ് സെയിലിന് പോവാണ് on a Christmas day. The crew, a microcosm of world's races and classes, which embarks on a routine whaling mission but soon turns into a cosmic voyage of obsession and doom. അപ്പോൾ ഈ മൊബി ഡിക്കിന്റെ ജേർണി അല്ലെങ്കിൽ ഈ ഒരു മൊബി ഡിക്ക് എന്ന വർക്കിൻ്റെ അകത്ത് പറയുന്ന ജേർണി ഈസ് ഓഫ് ഒബ്സഷൻ ആൻഡ് ഡൂം. ക്യാപ്റ്റൻ അഹാബ് ദ മോണോമാനിയാക് ആണ്. അഹാബ് dramatically introduced ചെയ്യപ്പെടുകയാണ് after the voyage and is well underway. Grim, charismatic figure ആണ് with a whalebone leg, a replacement for limb lost to Moby Dick, the legendary white whale. അപ്പോൾ മൊബി ഡിക്ക് എന്ന് പറഞ്ഞ ഒരു legendary white whale ഉണ്ടായിരുന്നു, and Captain Ahab is said to have lost a limb due to Moby Dick. അപ്പോൾ അഹാബ് ക്രൂവിനോട് റിവീൽ ചെയ്യാണ് that the real purpose of voyage is not whaling for profit but a vengeful pursuit of Moby Dick. മൊബി ഡിക്കിനോട് റിവെഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു വോയേജ് ആണ് ഇതെന്ന് അഹാബ് റിവീൽ ചെയ്യാണ്. He nails a gold coin to the mast and promises it to whoever first sights a whale stroking the crew's zeal. അപ്പൊ ഈ വെയിലിനെ ആദ്യം സൈറ്റ് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു ഗോൾഡ് കോയിൻ കൊടുക്കാമെന്ന് പറയുകയാണ് അഹാബ്. അഹാബിന്റെ വെയിലുമായിട്ടുള്ള ഒബ്സഷൻ ടേക്സ് ആൻ ഓൾമോസ്റ്റ് മിത്തിക് മെറ്റാഫിസിക്കൽ ഇന്റൻസിറ്റി. അപ്പം മൊബി ഡിക്കിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിലൂടെ he can strike at the malignant force that governs the universe എന്ന് ക്യാപ്റ്റൻ അഹാബ് ഡിസൈഡ് ചെയ്യാണ് അല്ലെങ്കിൽ വിചാരിക്കുകയാണ്. ഡൈഗ്രഷൻസ്, വെയിലിംഗ്, ഫിലോസഫി ആൻഡ് സിംബോളിസം. ഈ നോവൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ദാറ്റ് അബാൻഡൻ ദ മെയിൻ പ്ലോട്ട് ടു ഡൈവ് ഇൻ ടു ഡീറ്റെയിൽസ് ഓഫ് വെയിൽ അനാട്ടമി, സെറ്റോളജി ആൻഡ് ഇൻഡസ്ട്രി ഓഫ് വെയിലിംഗ് ആൻഡ് ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻസ്. ഈ ചാപ്റ്റേഴ്സ് ബുക്കിനെ ഒരു മോർ ദാൻ എ നോവൽ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാണ്. ദേ മേക്ക് ഇറ്റ് കൈൻഡ് ഓഫ് എൻസൈക്ലോപീഡിയ, തിയോളജിക്കൽ ട്രീറ്റീസ് ആൻഡ് സിംബോളിക് വോയേജ്. വേറെ ഒരു നോവൽ മാത്രമല്ല ഇത്. ഈ വെയിൽ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ആവാണ് on to which characters project their fears, hopes and existential beliefs. മൊബി ഡിക്ക് ജസ്റ്റ് ഒരു വെയിൽ മാത്രമല്ല, ഇറ്റ് ഇസ് ഗോഡ്, ഫേറ്റ്, നേച്ചർ ആൻഡ് അൺനോണബിൾ ഓർ ഈവൻ ദ സെൽഫ്. ഇതൊരു മെറ്റഫിസിക്കൽ കൺസെപ്റ്റും കൂടെയാണ് ദ വെയിൽ അല്ലെ മൊബി ഡിക്ക്. ദി ക്രൂസ് റിയാക്ഷൻസ് ആൻഡ് ഇന്നർ കോൺഫ്ലിക്ട്സ്. ഇപ്പം ഈ ക്രൂ ഒരു അഹാബിന്റെ മാഡ്നസിലേക്ക് സ്വീപ്പ് ചെയ്യപ്പെടുകയാണ്. വെരി ഫ്യൂ റെസിസ്റ്റ്. ഇതിനകത്ത് ചീഫ് എന്ന് പറയുമ്പോൾ സ്റ്റാബക്ക് ആണ്, ദ മോറൽ ഫസ്റ്റ് മെയ്റ്റ്, ഡെവോട്ട് ക്രിസ്ത്യൻ ഹു സീസ് അഹാബ്സ് ക്വസ്റ്റ് ആസ് ബ്ലാപ്സിമസ് ആൻഡ് സൂയിസൈഡൽ. അപ്പം അഹാബിന്റെ ഈ ഒരു ക്വസ്റ്റ് ഫോർ ദ വെയിൽ മൊബി ഡിക്ക് എന്ന് പറയുന്നത് ഒരു സൂയിസൈഡൽ ആയിട്ടാണ് സ്റ്റാബക്ക് വിചാരിക്കുന്നത്. മ്യൂട്ടനി, ഹി കൺസിഡേഴ്സ് മ്യൂട്ടനി ബട്ട് കനോട്ട് ബ്രിങ് ഹിംസെൽഫ് ടു കിൽ അഹാബ്. അപ്പം അഹാബിനെ കൊന്നാലോ അങ്ങനെയെങ്കിൽ ഇത്രയും പേരുടെ ജീവൻ രക്ഷപ്പെടട്ടെ എന്ന് സ്റ്റാബക്ക് ചിന്തിക്കുന്നുണ്ട്, ബട്ട് couldn't bring himself to kill Ahab.
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്ട്രഗിൾ ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് റീസൺ, ലോയൽറ്റി ആൻഡ് കോൺഷ്യൻസ്. ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെയാണ് ക്യാപ്റ്റൻ സ്റ്റാർബക്ക് ചീഫ് സ്റ്റാർബക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാരക്ടേഴ്സ് ലൈക്ക് സ്റ്റബ് ജോവിയൽ ആൻഡ് ഫാറ്റലിസ്റ്റിക് ആണ്. ഫ്ലാസ്ക് എന്നൊരാൾ പ്രാക്ടിക്കലും അൺഇമാജിനേറ്റീവ് ആണ്. ദേ ഓഫ് കോൺട്രാസ്റ്റിംഗ് ടെമ്പറമെന്റ്സ്. ഫെഡല്ല ഒരു മിസ്റ്റീരിയസ് പാരസിയാണ് who prophesies Ahab's death, adds an eerie prophetic tone and depends a mystical aura around Ahabന്റെ fate. അപ്പോൾ ഫെഡല്ല എന്നൊരാളുണ്ടായിരുന്നു, he prophesies about Ahab's death. അപ്പോൾ ഒരു eerie prophetic tone കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. The chase fate sealed. അപ്പം മാസങ്ങൾ കടലിൽ കഴിഞ്ഞു, ന്യൂമറസ് omens ഉണ്ടായി. The Pequod finally encounters Moby Dick. അപ്പം പെക്കോഡ് ഷിപ്പാണ്, ഇറ്റ് എൻകൗണ്ടേഴ്സ് Moby Dick. അപ്പോൾ ഒരു 3-day ചേസ് ആണ്. ദാറ്റ് റീഡ്സ് ലൈക്ക് ഗ്രീക്ക് ട്രാജഡി. മൊബൈലിനെ ട്രേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇമ്മൻസ് ഡേഞ്ചർ ആൻഡ് ഗ്രോയിങ് നമ്പർ ഓഫ് ഇഞ്ചുറീസ് ആൻഡ് ഡെത്ത്സ്. അഹാബ് അൺറിലെൻറ്റിംഗ് ആണ്. 3rd ഡേയിൽ വെയിൽ ഈ പെക്കോഡ് എന്ന ഷിപ്പ് ഡിസ്ട്രോയ് ചെയ്യാണ്, ഫുൾഫില്ലിങ് ഫെദലാസ് പ്രോഫസി. അപ്പോൾ ഫെദല എന്നുള്ള ഒരാൾ അതിൻ്റെ ഡെത്ത് പ്രൊഫസി ചെയ്തിരുന്നു, അതുപോലെ തന്നെ സംഭവിച്ചു. അഹാബ് harpoon line entangled and dragged into sea by the whale, consumed by the very object of his hatred. അപ്പോൾ അഹാബ് ഹേറ്റ് ചെയ്തിരുന്ന മൊബിഡിക്ക് തന്നെ അഹാബിന്റെ ഡെത്തിന് റീസൺ ആവുകയാണ്. ദ സർവൈവർ ഇസ്മായിൽ ആൻഡ് ദ കോഫിൻ. അപ്പം ഈ കാറ്റസ്ട്രോഫ് സർവൈവ് ചെയ്യുന്ന ഇസ്മായിൽ മാത്രമാണ്. ഹി ക്ലിങ്സ് ടു ക്വീക്വിങ്സ് കോഫിൻ. ക്വീക്വിങ് എന്നടിച്ച് മരിച്ചു പോയായിരുന്നു, വിച്ച് ഹാഡ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു ലൈഫ് ബോയ് ഏർലിയർ. ഇപ്പം ഈ ഒരു ട്വിസ്റ്റ് സിംബിളൈസ് ചെയ്യുന്ന ഡെത്തിനെ, സാൽവേഷനിലേക്ക് ടേൺ ചെയ്ത ഡെത്തിനെയാണ്. ഇസ്മായിൽ ഫ്ലോട്ട് ചെയ്യാണ് alone until he is rescued by the Rachel, the ship still searching for its lost crew. റേഷൽ എന്നൊരു ഷിപ്പ് ഉണ്ടായിരുന്നു, which searched for its lost crew. അപ്പോൾ അതിൽ കയറിയിട്ട് ഇസ്മായിൽ രക്ഷപ്പെടുകയാണ്. he used to cling to Queequeg's coffin. ഈ ഒരു സർവൈവൽ allows the tale to be told, a story of madness, revenge, transcendence and survival. അപ്പോൾ ലാൻഡിൽ എത്തിയതിനു ശേഷം ഇസ്മായിൽ ആണ് ഈ സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്. സ്റ്റോറി ഓഫ് മാഡ്നസ്, റിവെഞ്ച്, ട്രാൻസെൻഡൻസ് ആൻഡ് സർവൈവൽ. അപ്പം ക്യാപ്റ്റൻ അഹാബിന്റെ ആ ഒരു റിവെഞ്ച്, മൊബിഡിക്കിനുള്ള റിവെഞ്ച് അദ്ദേഹത്തിന്റെ ഡിസ്ട്രക്ഷനിലേക്ക്, ഡൂമിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. മേജർ ക്യാരക്ടേഴ്സ് നോക്കാം. ഇസ്മായിൽ ഒരു റിഫ്ലക്റ്റീവ് നറേറ്റർ ആണ്, ഓഫൻ ഫിലോസഫിക്കൽ ആൻഡ് സിംബോളിക്. ക്യാപ്റ്റൻ അഹാബ് ഒബ്സസ്ഡ്, കെരിസ്മാറ്റിക് ആൻഡ് ട്രാജിക് ആണ്. ഹിസ് റിവെഞ്ച് അഗൈൻസ്റ്റ് മൊബിഡിക് ഡ്രൈവ്സ് ദ പ്ലോട്ട്. ഇദ്ദേഹത്തിന് മൊബിഡിക്കിനുള്ള റിവെഞ്ച് ആണ് ഈ പ്ലോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. Queequeg നോബൽ ഹാർപ്പൂണർ ആണ്, സിമ്പിൾ ഓഫ് കൾച്ചറൽ ഹാർമണി ആൻഡ് ലോയൽറ്റി. സ്റ്റബ് ആൻഡ് ഫ്ലാസ്ക് സെക്കൻഡ് ആൻഡ് തേർഡ് മേറ്റ്സ് ആണ്. സ്റ്റബ് ഹ്യൂമറസ് ആണ്, ഫ്ലാസ്ക് ബ്ലണ്ടും ആണ്. മൊബിഡിക് വൈറ്റ് വെയിൽ ആണ്, റെപ്രസെന്റിംഗ് നേച്ചേഴ്സ് മിസ്റ്ററി, പവർ ആൻഡ് ഇൻഡിഫറൻസ്. തീംസ് ഒബ്സഷൻ ആൻഡ് റിവെഞ്ച്. അഹാബിന്റെ വെഞ്ചൻസ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഷിപ്പിലേക്ക് ലീഡ് ചെയ്യാണ്. ഷിപ്പിനും ക്രൂവും അദ്ദേഹത്തിന് തന്നെ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുകയാണ് ഈ ഒരു റിവെഞ്ച്. മാൻ വേഴ്സസ് നേച്ചർ. ഇപ്പം വെയിലിൽ നേച്ചറിന്റെ റോ ഫോഴ്സ് ആണ്. മാൻസ് അറ്റംപ്റ്റ് ടു കോൺകർ ഇറ്റ് ഇസ് ബോത്ത് ഫ്യൂട്ടൈൽ ആൻഡ് ഫേറ്റൽ. ആ നേച്ചറിന്റെ ഫോഴ്സിനെ കോൺകർ ചെയ്യാനുള്ള മാനിന്റെ ആഗ്രഹം അത് ഫ്യൂട്ടൈലുമാണ്, ഫേറ്റലുമാണ്. ദ ലിമിറ്റ്സ് ഓഫ് നോളജ്. ഇസ്മായിലിന്റെ ഫിലോസഫിക്കൽ മ്യൂസിങ്സ്. അൾട്ടിമേറ്റ് ട്രൂത്ത് അല്ലെങ്കിൽ വെയിലിനെ പോലുള്ള ദ അൾട്ടിമേറ്റ് ട്രൂത്ത് അൺനോവബിൾ ആണെന്ന് പറയുകയാണ് ഇസ്മായിലിന്റെ ഫിലോസഫിക്കൽ മ്യൂസിങ്സ്. കൊളോണിയലിസം ആൻഡ് റേസ്. ക്യാരക്ടേഴ്സ് ലൈക്ക് ക്വീക്വിഗ്, ഈ ക്യാരക്ടേഴ്സിലൂടെ നോവൽ റേസിനെയും മദർനെസ്സിനെയും ഇമ്പീരിയൽ എക്സ്പ്ലോയിറ്റേഷനെയും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഫേറ്റ് വേഴ്സസ് ഫ്രീ വിൽ. അഹാബ് അദ്ദേഹത്തിന്റെ വിൽ അപ്പോൺ ദ യൂണിവേഴ്സിനെ ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ബട്ട് ഫേറ്റ് പ്രിവെയിൽസ്. അഹാബിനെ തളയ്ക്കാനായിട്ട് അല്ലെ അഹാബിനെ ഇല്ലാതാക്കാനായിട്ട് നേച്ചർ, ദ യൂണിവേഴ്സൽ പവറിന് പറ്റി. അഹാബിന്റെ ആ ഒരു ജേർണി മോട്ടിവേറ്റഡ് ബൈ റിവെഞ്ച് അദ്ദേഹത്തിന് തന്നെ ഡെത്തിന് റീസൺ ആവുകയാണ്. നറേറ്റീവ് സ്റ്റൈൽ. ആക്ഷൻ, എക്സ്പോസിഷൻ, ഫിലോസഫിക്കൽ മ്യൂസിങ്സ് ആൻഡ് തിയേറ്ററിക്കൽ സോളിക്യൂൾസിന് ഇടയിൽ ഒരു ഷിഫ്റ്റ് ആണ് ഈ നറേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത്. കോംപ്ലക്സ് സിംബോളിക് ലാംഗ്വേജ്, ബിബ്ലിക്കൽ ആൻഡ് മിത്തോളജിക്കൽ അല്യൂഷൻസിൽ റിച്ച് ആണ്. എക്സ്പെരിമെന്റൽ ആണ്, നോൺ ലീനിയർ അറ്റ് ടൈംസ് ആണ്. ബ്ലെൻഡിങ് ജോൺസ്, നോവൽ, എൻസൈക്ലോപീഡിയ, സെർമൺ ആൻഡ് പ്ലേ. മൊബിഡിക് ഒരു സിമ്പിളും കൂടിയിട്ടാണ്. representing multiple ideas: God, the sublime, nature's indifference, death or true itself. Ahab as a tragic hero, Promethean ആണ്, in his desire to confront the divine order. അപ്പോൾ നേച്ചർ എന്ന ഡിവൈൻ ഓർഡറിനെ കൺഫ്രണ്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹമായിട്ട് നടക്കുന്ന ആളാണ് ക്യാപ്റ്റൻ അഹാബ്.
His obsession dooms not only himself but also the people around him. അപ്പോൾ ഹീറോയ്ക്ക് മോൺസ്ട്രസ് ആവുകയാണ് അഹാബ്. The sea, liminal space ആണ്, infinite, unknowable and sacred. Human beings അവരുടെ ഡീപ്പസ്റ്റ് ഫിയേഴ്സിനെയും ഡിസയേഴ്സിനെ കൺഫ്രണ്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് the sea. Narrative structure, നോവലിൻ്റെ നോൺ ലീനിയർ ഫോം, ടോണിലുള്ള ഷിഫ്റ്റ് ആൻഡ് ദ അഗ്രസീവ് ചാപ്റ്റേഴ്സ് വാസ്റ്റ് അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് ദ സീയെ മിമിക് ചെയ്യാണ്. And obviously the human psyche too.